ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഒരു ക്വസ്റ്റിനെ ആസ്പദമാക്കിയാണ് കേട്ടോ. അതായത് ഞാൻ എൻ്റെ എക്സാം പാസ്സായതിനു ശേഷം, അതായത് അനിയർക്കനുങ്ങിൻ്റെ എക്സാം പാസ്സായതിനു ശേഷം നമ്മളൊരു എക്സാമിനേഴ്സ് ആവുമല്ലോ, അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവും. അപ്പോൾ അതിന് ശേഷം എങ്ങനെയാണ് ചേച്ചി ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, ചേച്ചി കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണോ ഉള്ളത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് സ്ഥിരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിൽക്കുന്നത് ഒരു ന്യൂറോയുടെ വാർഡിലാണ്. അതായത് ഒരു നോർമൽ വാർഡിലാണ്, അല്ലാതെ ICUലോ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലോ അങ്ങനെയൊന്നും അല്ല, നോർമൽ വാർഡിലാണ്. അപ്പം ഇത് നോർമൽ വാർഡിലെ ഒരു ഡെയിലി റുട്ടീൻസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ് എനിക്ക് അറിയത്തുള്ളൂ. അപ്പം ഞാൻ നിൽക്കുന്നത് ന്യൂറോളജിയിലാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അനേർക്കിനും ടൈമിൽ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഒരു എക്സാമിനിയർ ആയതിനു ശേഷം എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനേർക്കിനും ടൈമിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയായിരുന്നു നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത്. കാരണം ഒരുപാട് നമുക്ക് ട്രെയിനിങ് പീരീഡ് ആണ്, നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ടൈമാണ്, നമ്മളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാറില്ല. എപ്പോഴും ഏതെങ്കിലും ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് കൂടി ഉണ്ടാവും. അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഡ്യൂട്ടി. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവരുടെ കൂടെ റൗണ്ട്സിന് അവരെ ഹെൽപ്പ് ചെയ്യുക, വൈറ്റൽസ് എടുക്കുക, അതായത് BP അതുപോലെ ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ഫ്ലീഗ ഉണ്ടല്ലോ, അതായത് വാഷിങ്, കുളിപ്പീര്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ അതായത് അവർ നമ്മുടെ കംപ്ലീറ്റ്ലി അവർക്കായിരിക്കും നമ്മുടെ സൂപ്പർവിഷൻ. അവർ പറയുന്നത് എന്തോ അത് അവരെ നമുക്ക് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ സമയത്തെ ഡ്യൂട്ടീസ്. നമുക്ക് ഒറ്റയ്ക്കായിട്ട് അങ്ങനെ ഈവൻ മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യൽ പോലും അനേർക്കിനും ടൈമിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയാറ്. നമ്മൾ ആരുടെയും എക്സാമിനേഴ്സിൻ്റെ സൂപ്പർവിഷനോടെ വേണം നമ്മളത് ചെയ്യാനായിട്ട്, മെഡിസിൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ. പൊതുവെ എൻ്റെ അനേർക്കിനും ടൈമിലൊന്നും ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അനേർക്കിനുവിൻ്റെ എക്സാം ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലോട്ടൊക്കെ ആയ സമയത്താണ് എൻ്റെ വാർഡിൽ നിന്ന് എനിക്ക് ഓൾറെഡി വാർഡിൽ 2 പ്രാക്ടീസ് സൺലൈറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സൂപ്പർവിഷനിലായിരുന്നു ഞാൻ അത്രയും നാൾ. അപ്പോൾ നമ്മുടെ അതും പറയാൻ ഞാൻ വിട്ടുപോയി, വാർഡുകളിൽ ഇവിടെ ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ ഓരോ വാർഡിലും ഓരോ പ്രാക്ടീസ് സൺലൈറ്റർമാരുണ്ടാവും. അൺലൈറ്റും എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ കൊടുക്കാം, നമുക്ക് ആ ഒരു പ്രാക്ടീസിൻ്റെ ഡയറക്ഷൻ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരായിരിക്കും നമ്മളെ സൂപ്പർവൈസ് ചെയ്യുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും നമുക്ക് ഓരോ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുകയും മൊത്തത്തിലുള്ള വാർഡിലെ ഡ്യൂട്ടീസിൻ്റെയും റെസ്പോൺസിബിലിറ്റീസിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മളെ ക്ലിയർ ചെയ്ത് തരുന്ന ഉത്തരവാദിത്തം അവർക്കായിരിക്കും. അപ്പോൾ എൻ്റെ വാർഡിൽ 2 പ്രാക്ടീസ് സൺലൈറ്റർമാരുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഒരാൾ ഉള്ളെങ്കിൽ അവർ നമ്മളോടൊപ്പം ഡ്യൂട്ടിക്ക് ആ ഒരു സെയിം ടൈമിൽ വരുമ്പോൾ മാത്രമല്ലേ അവർക്ക് നമ്മളെ ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ 2 പേരുള്ളതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ മാറി മാറി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്കത് കാരണം വലിയൊരു ചേഞ്ച് എനിക്ക് പെട്ടെന്ന് ഉണ്ടായി. അറിയാലോ, ഞാൻ ഒരു 5 മാസം വരെ വേറൊരു സ്റ്റാക്സോൺ അല്ലെങ്കിൽ വേറൊരു വാർഡിലാണ് നിന്നെ. അവിടെ എനിക്കൊന്നും കാര്യമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. അവിടെ ആരായിരുന്നു എൻ്റെ പ്രാക്ടീസ് സൺലൈറ്റർ എന്ന് പോലും എനിക്കറിയില്ല. എനിക്കൊന്നും തന്നെ അവിടുന്ന് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തന്നെ എൻ്റെ ഇന്നറി മെഡിസിനിലെ ഡെഫിസിറ്റ് അവേഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ, ഈ അനേർക്കിനും ടൈമിൽ അവേഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ എൻ്റെ ഒരു അബ്ഷ്ലൂസ് പോസ്റ്റലും ഗഷ്പ്രാഹ് എന്ന് പറഞ്ഞിട്ടൊരു നമുക്കൊരു മുണ്ട്ലീഷ പ്രൂഫിങ് അല്ലെങ്കിൽ ഒരു വൈവേ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് പാസ്സായതിനു ശേഷം ഞാൻ തന്നെ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ അവരോട് പറയുമായിരുന്നു, എനിക്കിവിടെ നിൽക്കണ്ട, എനിക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഈ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു എക്സാമിനേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു ലൈസൻസ്ഡ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും, നീ എന്തെടുക്കുമായിരുന്നു ഇത്ര നാളെന്ന് ചോദിക്കും. സോ ഞാൻ പറഞ്ഞു, എനിക്ക് സ്റ്റാക്സോൺ മാറണം അല്ലെങ്കിൽ വാർഡ് മാറണം എന്ന് ഞാൻ അങ്ങോട്ട് വാർഡ് ഇൻചാർജിനോട് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ വാർഡ് ചേഞ്ച് ചെയ്യുമായിരുന്നു. ആദ്യം ഞാൻ ഓർത്തോയിലായിരുന്നു, പിന്നെ ഇപ്പോൾ ഞാൻ ന്യൂറോളജിയിലാണ് നിൽക്കുന്നത്. അവിടെ എനിക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, നല്ല പ്രാക്ടീസ് സൺലൈറ്റർമാരായിരുന്നു. അവർ പെട്ടെന്ന് നല്ലൊരു ചേഞ്ച് ഉണ്ടായി. കാരണം നമ്മളെ അത്രത്തോളം അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഓവർ, ഇവിടെ ഉബർഗാബെ എന്നൊക്കെ പറയും. അതൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അവിടെ പിടിച്ചിരിക്കുന്നത് എനിക്കറിയില്ല, ഒന്നും മനസ്സിലാവില്ല കേട്ടോ. എല്ലാം ഈ ഒരു ഷോർട്ട് ഫോമിലൊക്കെയാണ് ഇവർ പറയണത്. ആദ്യമൊക്കെ എനിക്ക് ഒന്നും മനസ്സിലാവത്തില്ലായിരുന്നു. എന്നെക്കൊണ്ട് ഞാൻ ആ ഒരു അനേർക്കിനും ടൈമിൽ തന്നെ അവർ നമ്മളോടൊപ്പം വന്നിട്ട് നമ്മളോട് പറയും, നീ ചെയ്യ്, ഞാൻ നിന്നെ സൂപ്പർവൈസ് ചെയ്യാന്ന് പറയും.
ഒരു ബറൈഷൊക്കെ എടുത്തിട്ട് നമ്മൾ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്ത് മെഡിസിൻ എല്ലാം അവർ നമ്മളോടൊപ്പം ഉണ്ട്. മെഡിസിൻ എല്ലാം നമ്മൾ കൊടുത്ത് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അറ്റ് ലാസ്റ്റ് നമ്മളോട് പറയും ഹാൻഡ് ഓവർ കൊടുക്കാൻ. ആദ്യമൊക്കെ ഞാൻ വിറച്ച് ഹാൻഡ് ഓവർ കൊടുത്തിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ പിന്നെ കുറേ വട്ടം ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു പേടി മാറി. അതുപോലെ തന്നെ ഹാൻഡ് ഓവറിൻ്റെ ഷീറ്റിൽ കുറേ കാര്യങ്ങൾ ഷോർട്ട് ഫോം ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടും ഒക്കെ അവർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഉണ്ടായി സത്യം പറഞ്ഞാൽ. അങ്ങനെ എൻ്റെ എക്സാമിൻ്റെ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ തൊട്ടിട്ട് അവരെനിക്ക് ഒരു എക്സാമിനേറ്റിനെ പോലെ എന്നെ ഒറ്റയ്ക്ക് വിടുമായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് വിടുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും, പ്രീതി നിനക്ക് ഒറ്റയ്ക്ക് പോകണോ അതോ നീ ആരുടെയും കൂടെ പോകുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കിഷ്ടം എപ്പോഴും ഒറ്റയ്ക്ക് പോകാനായിട്ടായിരുന്നു കേട്ടോ. കാരണം ഈ കൂടെ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. അവർ ഭയങ്കര ഫാസ്റ്റ്ലിയാണ് വർക്ക് ചെയ്യണേ. അവരെ സംബന്ധിച്ച് ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു കൈവഴക്കം വരാനായിട്ട് കുറേ ടൈം എടുക്കും. സോ എനിക്കെപ്പോഴും ഒറ്റയ്ക്ക് പോകുന്നതായിരുന്നു അപ്പോഴും ഇഷ്ടം കേട്ടോ. ആദ്യമല്ല, ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഇതെത്തിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആദ്യത്തെ ഒരു ദിവസം എന്നോട് വാർഡ് ഇൻചാർജ് പറഞ്ഞു, ശരി ഞാൻ നിൻ്റെ കൂടെ വരാം, നീ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എൻ്റെ കൂടെ വന്നു. ഞാൻ ചെയ്യുന്നതൊക്കെ ഓക്കെ ആണെന്ന് പുള്ളിക്കാർക്ക് മനസ്സിലായി. ഹാൻഡ് ഓവർ എല്ലാം തന്നെ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നോട് പറഞ്ഞു, ശരി നീ എന്നാൽ പൊക്കോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നീ ചോദിക്കാതെ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കുമായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അവരോട് ചോദിക്കുമായിരുന്നു. അത് എനിക്കും ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം എന്നെക്കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും, ആ ഒരു ധൈര്യം എനിക്കുണ്ടായി എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് അവരുടെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ്. ആ വാർഡിലെ കൊളീഗ്സ് ആയാലും ഞാൻ അവിടെ തന്നെയാണ് അനേർക്കിനും കഴിഞ്ഞ് നിൽക്കാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവർ എന്നെ കൂടുതലും, അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും എങ്കിലും ഇപ്പം നമ്മുടെ കൂടെ വരാൻ പോകുന്നൊരു കൊളീഗാണ്, അവളെ പെട്ടെന്ന് പണി പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ അവർക്കും അതൊരു ഹെൽപ്ഫുൾ ആവത്തുള്ളൂ. എനിക്ക് പണി അറിയത്തില്ല, അത് അവർക്കും തലവേദനയാവും. അപ്പോൾ അവരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കൊളീഗ്സൊക്കെ എൻ്റെ സ്റ്റാക്സോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആണ് എൻ്റെ കൊളീഗ്സൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാക്സോണിൽ കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ അനേർക്കിനും ടൈമിലെ കാര്യങ്ങളൊക്കെ. കൂടുതലും അവരായിരുന്നു എന്നെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അനേർക്കിനും ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ രാവിലെ നമ്മളിപ്പോൾ ഹാൻഡ് ഓവർ കേൾക്കുക, അതിനുശേഷം ആരാണ് ഏത് എക്സാമിനേറ്ററിൻ്റെ കൂടെയാണ് നമ്മൾ പോകേണ്ടത്, അവരുടെ കൂടെ നമ്മൾ പോവുക, റൗണ്ട്സിന് അവരെ ഫോളോ ചെയ്യുക, അവരെ അസിസ്റ്റ് ചെയ്യുക, അതുപോലെ വൈറ്റൽസ് BP-യും ടെമ്പറേച്ചറും പൾസും അതെല്ലാം ചെക്ക് ചെയ്യുക, മോണിറ്ററിൽ അതൊക്കെ സേവ് ചെയ്യുക. പിന്നെ എന്താ പറയുന്ന പേഷ്യൻറ്റിൻ്റെ ലാഗറും ചെയ്യുക എന്നൊക്കെ പറയും. പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് അവരെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് വാഷിങ് അല്ലെങ്കിൽ വാഷിനോട് ദുഷ്യൻ എന്നാണ് ഇവിടെ പറയുന്നത്. കുളിപ്പിക്കലോ തുടയ്ക്കലോ അങ്ങനെ പരിപാടികളൊക്കെ മോർണിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വയ്യാതെ കിടക്കുന്ന ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ അതൊക്കെ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്, അവരുടെ ഈവനിങ് ഡ്യൂട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പാമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് വയ്യാതെ കിടക്കുന്ന ആൾക്കാരുണ്ടാവും, ബെഡ് റിഡൻ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റാത്ത. അവർക്ക് അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. മെഡിസിൻസ് ഇവർ കൊടുക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ അതൊക്കെ എന്താ പറയുന്നത് കാണുക, അല്ലെങ്കിൽ അവരോടൊപ്പം അത് അസിസ്റ്റ് ചെയ്യുക. പിന്നെ ഫുഡ് വരുമ്പോഴത്തേക്കിനും ഫുഡ് വാഗിനി വരുന്നതൊക്കെ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കണം. ഫുഡ് തിരിച്ച് അവർ തന്നെ കഴിക്കാൻ മേലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അൺറൈഷൻ ചെയ്താന്ന് ഇവിടെ പറയും. നമ്മൾ അവർക്ക് വാരി കൊടുക്കേണ്ടതായിട്ട് വരും, തന്നെ കഴിക്കാൻ മേലാത്തവർക്ക്. അതുപോലെ തന്നെ മാഗൻസ് ഉണ്ട്, നമ്മുടെ നേസോഗ്യാസ്ട്രിക് ട്യൂബിൽ അതിട്ട പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അതിനകത്തൂടെ നമ്മൾ എയർനെയറും അല്ലെങ്കിൽ ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെന്താണ്, ഫുഡ്, അതുപോലെ ഫുഡിൻ്റെ ആ ഒരു ഇത് കഴിച്ചതിന് ശേഷം തിരിച്ച് വാഗനിൽ എടുത്ത് വെക്കുക. അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെയാണ്. പിന്നെ വാഗനൊക്കെ നമ്മൾ ഈ വാഷിങ്ങും അതുപോലെ കുളിപ്പിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാഗനുണ്ടാവും. ഓരോ വാർഡുകളിലൊക്കെ വാഗനൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. അങ്ങനെ ഓരോ ഡ്യൂട്ടീസൊക്കെ ആയിരുന്നു നമുക്ക് അനേർക്കിനും ടൈമിൽ. അത്രയൊക്കെ. പിന്നെ ഇനിയിപ്പോൾ നമ്മളൊരു എക്സാമിനേറ്റ് ആയതിനു ശേഷം എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ശരിക്കും ഈസി ആയിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനേർക്കിനും ടൈമിൽ നിന്ന് പെട്ടെന്നൊരു എക്സാമിനേറ്റ് ആയി വന്നപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു 2 ആഴ്ചയോളം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വാർഡിലെ ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആണെങ്കിലും എനിക്ക് നല്ലൊരു സ്ട്രെസ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്നൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ബെറൈഷ് നമ്മുടെ തലയിലേക്ക് കിട്ടുവാണ്. ബെറൈഷ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ വാർഡിലാണ് 2 ബെറൈഷായിട്ട് 2 സൈഡായിട്ടാണുള്ളത്. ഒരു സൈഡിൽ തന്നെ ഏകദേശം 15 പേഷ്യൻ്റ് 10-20 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മൊത്തം കൂടെ 10-30 പേഷ്യൻസ് എങ്ങാണ്ടുണ്ട്. അപ്പോൾ അതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ അതിൽ 300-ൻ്റെ ബെറൈഷും 400-ൻ്റെ ബെറൈഷുമായിട്ട്, അങ്ങനെ ബെറൈഷ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ വാർഡിൽ വരുന്ന സമയത്ത്
ഹാൻഡ് ഓവർ എടുക്കുന്ന സമയത്ത് ഒരാൾ ഇപ്പം 3-4 എക്സാമിനേഴ്സുണ്ടെന്ന് വെച്ചോ, ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് വാർഡിൽ. ഒരാൾ ഒരു ബറേഷ് എടുക്കും, അടുത്ത ആൾ അപ്പുറത്തെ എടുക്കും, പിന്നെ ഒരാൾ ഷ്രൈപ്പ് ടിഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഷ്രൈപ്പ് ടിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാർഡിൽ ഒരു മെയിൻ ക്യാബിനിൽ എപ്പോഴും എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ അഡ്മിഷൻ, ഡിസ്ചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോൾ അവർ ഒരാൾ അവിടെ ഇരിക്കും. അങ്ങനെ പിന്നെ ബാക്കിയുള്ള ഈ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഷൂളർ എന്ന് പറയൂടെ, സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർ, ഹൗസ് ബിൽഡിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് FSD ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഈ ട്രെയിനിങ് ആയിട്ട് വരുന്ന ആൾക്കാരെല്ലാം കൂടെ ഒരു കാറ്റഗറി. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കും ചിലപ്പോൾ ഒരു എക്സാമിനേറ്റ് കൂടി ഉണ്ടാവും. ഈ രാവിലെ തന്നെ വാഷിങ്ങും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. അന്ന് ഫ്ലീഗ എടുക്കുമ്പോൾ അവരുടെ ഡ്യൂട്ടി. അതായത് ബറേഷ് എടുക്കുന്നവർ ഞങ്ങളുടെ വാർഡിൽ അങ്ങനെയാണ്, എല്ലാ വാർഡിലും അങ്ങനെയാണോ എന്നറിയില്ല. ഞങ്ങളുടെ വാർഡിൽ കുറച്ചും കൂടെ വ്യത്യാസമാണ്. അതായത് ബറേഷ് എടുക്കുന്നവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവർക്കും കുറേ പണിയുണ്ട്. അപ്പോൾ അവരെപ്പോഴും ഈ ഫ്ലീഗെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്നില്ല. അതായത് ഈ ഫ്ലീഗെന്ന് ഉദ്ദേശിച്ചും തുടയ്ക്കാനും, അല്ലെങ്കിൽ അവരിപ്പോൾ എന്തെങ്കിലുമൊക്കെ അഴുക്കായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ മൂത്രമൊഴിച്ച് കിടക്കുന്നു, അത് ബെഡൊക്കെ നമ്മൾ മാറ്റണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പുറകെ എപ്പോഴും വരാനായിട്ട് അവർക്ക് പറ്റില്ല. അപ്പോൾ അവർ ചെയ്യത്തില്ലെന്നല്ല, അവരും ചെയ്യും, ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇപ്പോൾ സ്റ്റുഡൻസും അങ്ങനെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കും അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. സ്റ്റുഡൻസ് അല്ല അങ്ങനെയുള്ളവരായിരിക്കും. അതുപോലെ ബെല്ലടിക്കും ഇടയ്ക്കിടയ്ക്ക്. പേഷ്യൻസ് അവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു വാർഡിൽ നിറയെ ആൾക്കാർ അങ്ങനെയല്ല. ഇവിടെ ഒരു വാർഡിൽ ഓരോരോ റൂമുകളായിട്ടാണ്. ചില റൂമുകളിൽ 2 പേഷ്യൻസ് ഉണ്ടാവും, ചില റൂമുകളിൽ 3 പേഷ്യൻസ് ഉണ്ടാവും. ചിലടത്ത് ഇപ്പോൾ ഈ ഐസൊലേഷൻ വാർഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ ഐസൊലേഷൻ റൂമുകൾ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അവിടെയൊക്കെ ഒരു പേഷ്യൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, 1-2 പേഷ്യൻസ്, ഐസൊലേറ്റ് ചെയ്യേണ്ട പേഷ്യൻസ്. അപ്പോൾ അങ്ങനെ എല്ലാവരും റൂമിലാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ബെല്ലടിച്ചോണ്ടേ ഇരിക്കും. അപ്പോൾ ബെല്ലടിക്കുമ്പോൾ നമുക്കിങ്ങനെ ബെല്ലടിക്കുന്ന റൂമിൻ്റെ ആ ഒരു നമ്പറും കാര്യങ്ങളും നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ സ്റ്റേഷൻ ഉണ്ടല്ലോ, സ്റ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഇതിൽ നമുക്ക് മോണിറ്ററിൽ കാണാൻ പറ്റും ഏത് സിമ്മറിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് റൂമിൽ നിന്നാണ് ഈ ബെല്ല് വരുന്നതെന്ന്. അപ്പോൾ 318 അല്ലെങ്കിൽ 326 ഏത് റൂമിൽ നിന്നാണ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ റൂമിൻ്റെ വെളിയിൽ ഇങ്ങനെ ബെല്ലടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. റൂമിൻ്റെ വെളിയിൽ ഒരു ചുമല ലൈറ്റ് കത്തിക്കിടക്കും. അങ്ങനെ നമ്മളകത്ത് കയറി കഴിയുമ്പോൾ അവിടെയുണ്ട് ഒരു മോണിറ്റർ. അതിൽ നമ്മൾ ചെന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ഗ്രീൻ ലൈറ്റ് ആവും. അതായത് നമ്മൾ അവരെ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോഴേക്കും ആ ഒരു ബെല്ല് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഈ ബെല്ലടിക്കുന്നത് കോടി അടക്കുക എന്നുള്ളത് അനർക്കറിങ് ടൈമിൽ നമ്മുടെ മെയിൻ ഒരു പരിപാടിയായിരുന്നു. അതുപോലെ ഈ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് പിള്ളേരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി ബറേഷ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വാർഡ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ കൂടുതലും തന്നെ ബറേഷ് എടുക്കാറാണ് പതിവ്. ഫ്ലീഗ അധികം ചെയ്യാറില്ല. എനിക്ക് പൊതുവെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ഫ്ലീഗ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മുടെ ഡ്യൂട്ടിയാണ്, മടിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് അതാണ് ഒരു ഗുണം. ഞങ്ങളുടെ വാർഡിൽ അത് കറക്റ്റായിട്ട് ഓർഡർ വരുന്നതുകൊണ്ട് ഇപ്പം ഇന്ന് 3 പേരുണ്ട്, 4 പേരുണ്ട്. ഒരാൾ 2 പേര് ബറേഷ് എടുത്തു, ഒരാൾ ഷ്രൈപ്പ് ടിഷ് ആയിട്ടിരുന്നു, ഒരാൾ ഫ്ലീഗ ഇതിന് പോയി. ആ ഫ്ലീഗയെ പോകുന്ന ആൾക്കാർക്ക് ഹെൽപ്പിനായിട്ട് സ്റ്റുഡൻസും ഹൗസ് ബിൽഡും അങ്ങനെ ആൾക്കാരും FSAക്കാരും ഒക്കെ ഉണ്ടാവും. 2-3 പേരൊക്കെ ഉണ്ടാവും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരെ അൺലൈറ്റ് ചെയ്യുക എന്നുള്ളത് ഈ എക്സാമിനേറ്റിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. അവരോടൊപ്പം പോവുകയും അവരെ അൺലൈറ്റ് ചെയ്യുക എന്നുള്ളത്. അൺലൈറ്റ് എന്ന് വെച്ചാൽ ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ ബറേഷ് എടുക്കണമെങ്കിൽ നാളെ ഞാൻ ബറേഷ് എടുക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളോട് ഓൾറെഡി ഹാൻഡ് ഓവർ കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും, പ്രീതി നീ ഇന്ന് എന്താ എടുക്കണേ, നിനക്ക് എന്ത് ചെയ്യാനാണ് താല്പര്യം, ഫ്ലീഗ ചെയ്യാനാണോ താല്പര്യം, അല്ലെങ്കിൽ ബറേഷ് എടുക്കാനാണോ താല്പര്യം, അല്ലെങ്കിൽ ഷ്രൈപ്പ് ടിഷ് ആയിട്ടിരിക്കാനാണോ താല്പര്യം എന്നൊക്കെ ചോദിക്കും. ഞാൻ ഇതുവരെ ഷ്രൈപ്പ് ടിഷ് ആയിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് എനിക്ക് അത്യാവശ്യം കുറച്ചൊക്കെ പറയാൻ പറ്റുമെങ്കിലും ഷ്രൈപ്പ് ടിഷ് ആയിട്ടിരിക്കുന്നവർ അവിടെ ഇരിക്കുമ്പോൾ അഡ്മിഷൻ എല്ലാം ചെയ്യണം, ഡിസ്ചാർജ് എല്ലാം ചെയ്യണം, വരുന്ന ആരൊക്കെ വരുന്നോ അവർക്കെല്ലാം മറുപടി കൊടുക്കണം. ഈ ഒരു എന്താ പറയുന്ന ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള പേഷ്യൻസിനെ കറക്റ്റ് ടൈമിൽ നോക്കി ഇൻവെസ്റ്റിഗേഷൻ എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കണം. അവിടേക്ക് കറക്റ്റ് ടൈമിൽ സെൻഡ് ചെയ്യണം. അവർക്കും കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സോ വരുന്ന കോളുകളെല്ലാം അറ്റൻഡ് ചെയ്യണം. സോ എനിക്കത് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഏരിയയിലോട്ട് ഇതുവരെ കൈ കടത്തിയിട്ടില്ല. ഞാൻ ബറേഷ് എടുക്കാറുണ്ട്, ഫ്ലീഗ ചെയ്യാറുണ്ട്. അപ്പോൾ ബറേഷ് എടുക്കുന്ന ദിവസം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഓവർ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യും ആരാണ് ഏത് സൈഡിലേക്ക് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ ബറേഷ് എടുത്തു കഴിഞ്ഞാൽ രാവിലെ മോർണിംഗ് ഡ്യൂട്ടിയാണ്. ആദ്യം ഹാൻഡ് ഓവർ കഴിഞ്ഞിട്ട് ഇവർ ചെയ്യാന്ന് വെച്ചാൽ ഇവർ ഹാൻഡ് ഓവർ കഴിഞ്ഞാൽ അപ്പം തന്നെ സിഗരറ്റ് വലിക്കാൻ പോകും കേട്ടോ. ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കാൻ പോകുന്നൊരു ശീലമുണ്ട്. അല്ലെങ്കിൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞായിരിക്കും തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ അത്ര നേരം അവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് രാവിലെ ഹാൻഡ് ഓവർ എടുത്ത് ഓട്ടനെ നമ്മൾ ഓടി അങ്ങോട്ട് വാർഡിലേക്ക് കയറത്തില്ല. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ബെല്ലടിക്കുവാണെങ്കിൽ ആരെങ്കിലും ഒക്കെ പോയി നോക്കും. അങ്ങനെ
കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ സിസ്റ്റോ ആയിട്ടാണ് പോകുന്നത്. കമ്പ്യൂട്ടർ ഉണ്ട് നമ്മുടെ കൂടെ, ആ സിസ്റ്റോ ആയിട്ടാണ് നമ്മൾ വാർഡിലേക്ക് പോകുന്നത്. വാർഡിലേക്ക് ഓരോ റൂമിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം ഇപ്പോൾ 300ൻ്റെ പ്രൈസാണ് 314 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 2 പേഷ്യൻ്റ് അല്ലെങ്കിൽ 3 പേഷ്യൻ്റ് ഉണ്ട്. അവരുടെ എല്ലാം രാവിലെ തന്നെ ചെന്ന് നമ്മൾ വൈറ്റൽസ് എല്ലാം എടുക്കണം. BP, ടെമ്പറേച്ചർ, പൾസ്, അതുപോലെ അവർക്ക് പെയിൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. പെയിൻസിൻ്റെ ഷ്മേർസ്കാല എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പെയിൻ്റെ എത്ര തൊട്ടിട്ട് എത്ര വരെ ഒരു ഇപ്പം നമ്മൾ പൊതുവേ ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഷ്മേഴ്സൺ ബി സ്റ്റാക്സ് ഉണ്ടെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഫോൺ 1 bis 10, അതായത് 1 തൊട്ട് 10 വരെ ഉള്ളതിൽ എത്ര സ്റ്റാർക്കാണ്, അതല്ലെങ്കിൽ എത്ര സ്ട്രോങ് ആണ് നിങ്ങളുടെ പെയിൻ എന്ന് ചോദിക്കാൻ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അത് ഷ്മേഴ്സ്കാല എന്ന് പറഞ്ഞിട്ട് അവരപ്പോൾ പറയും 1 തൊട്ട് 10 വരെ അതിൽ 10 ആണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പോൾ എത്ര സ്റ്റാർക്കാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ എത്ര സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മളങ്ങനെ ചോദിക്കണം. അപ്പം നമ്മൾ അത് മെൻഷൻ ചെയ്യും. അതുപോലെ ഇന്ന് നിങ്ങൾ രാവിലെ എന്താ പറയുന്നത് സ്റ്റൂള് പോയിരുന്നോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോയിരുന്നോ, അതൊക്കെ നമ്മൾ ചോദിക്കും കേട്ടോ. കാരണം വെച്ചാൽ 3 ദിവസത്തിൽ കൂടുതൽ ഒരാൾ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതിന് മെഡിസിൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഡെയിലി നമ്മൾ ചോദിക്കണം. ഈ വൈറ്റൽസ് എടുക്കുന്ന ഒപ്പം നമ്മൾ അതും ചോദിക്കണം, പെയിൻ്റെ കാര്യം ചോദിക്കണം. അതുപോലെ തന്നെ വൈറ്റൽസിൽ നമ്മൾ മറ്റൊരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട്. അതായത് പേഷ്യൻ്റ് ഇപ്പോൾ സെൽഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ഏതാണ്ട് 1 തൊട്ട് 5 വരെ നമ്പറുണ്ട്. സെൽഫായിട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 എന്നുള്ള നമ്പർ ആയിരിക്കും ഇടുന്നത്. ഇപ്പോൾ അവർ നടക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഈ റോൾ സ്റ്റൂൾ എന്നൊക്കെ പറയത്തില്ല, ഇങ്ങനെ നമ്മൾ പിടിച്ച് നടക്കുന്ന സാധനങ്ങളോ, അല്ലെങ്കിൽ അവർ നമ്മുടെ ഇരിക്കുന്ന റോളാറ്റോ റോൾ സ്റ്റൂൾ എന്നൊക്കെ പറയും, എന്തെങ്കിലും ഹിൽഫ് മിറ്റൽ എന്നാണ് ഇവിടെ പറയുക. നമ്മളെ നടക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ നടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 3 ആയിരിക്കും ഇടുക. ഇപ്പോൾ ബെഡ് റിഡൻ പേഷ്യൻ്റ് ആണെങ്കിൽ ആക്ടിവിറ്റി 5 ആയിരിക്കും നമ്മൾ ഇടുക. അതായത് അവരെ കൊണ്ട് ഒന്നും തന്നെ സെൽഫായിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം നമ്മൾ സിസ്റ്റത്തിൽ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ രാവിലത്തെ മെഡിസിൻ അവർക്ക് കൊടുക്കണം. മെഡിസിൻ നോക്കി മെഡിസിൻ ട്രേയുമായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. നൈറ്റുകാർ ഓൾറെഡി ഒരു ഫുൾ ഡേക്കുള്ള മെഡിസിൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെ മെഡിസിൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ലിപ്പായിട്ടാണ് വരുന്നത്. അതിൽ പേഷ്യൻ്റെ പേരുണ്ടായിരിക്കും, അതുപോലെ മെഡിസിൻ്റെ ടൈം ഉണ്ടായിരിക്കും. അത് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. മെഡിസിൻ്റെ ടൈം ഉണ്ടായിരിക്കും, എന്തൊക്കെ മെഡിസിനാണ് ആ ലിസ്റ്റിനകത്തുള്ളത്, അത് ഏത് കളറിലുള്ള മെഡിസിനാണ്, എത്ര mg ഉണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ മെഡിസിൻ്റെ സ്ലിപ്പിൻ്റെ പുറത്തുണ്ടാവും. അപ്പോൾ രാവിലത്തെ മെഡിസിൻ നോക്കിയിട്ട്, രാവിലത്തെ മെഡിസിൻ 7 മണിക്കായിരിക്കും, 7 മണിയുടെ മെഡിസിൻ എല്ലാം നോക്കി നമ്മൾ കൊടുക്കും. പിന്നെ ഈ പേഷ്യൻ്റ് ഒരു എന്താ പറയുന്നത് സെൽഫായിട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫുൾ ഡേയിലുള്ള മെഡിസിൻ അവരുടെ കയ്യിൽ കൊടുക്കാറുണ്ട്. സെപ്പറേറ്റ് അവരോട് ടൈം അതിൽ എഴുതിയിട്ടുണ്ട്, അത് ടൈം പറഞ്ഞ് നമ്മൾ അവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ സമയത്ത് നോക്കി എടുത്ത് കഴിച്ചോളും. ഇനി അങ്ങനെ എല്ലാ പേഷ്യൻറ്റും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് ന്യൂറോളജിയാണ്. ഡിമെൻസും ഡെലീറിയവും സിസോബ്രീനിയ ഒക്കെ പോലെയുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മെഡിസിനും കൂടെ കൊടുത്ത് അവരെടുത്ത് തിന്നു കഴിഞ്ഞാലും പ്രശ്നമാവും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ സമയത്ത് പൊതുവെ കൊടുക്കാറില്ല. ഞാൻ ഓക്കെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത റെസ്പോൺസിബിലിറ്റി എടുക്കണേ. കാരണം എൻ്റെ ടൈമിൽ മെഡിസിൻ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ എടുത്ത് ഓവർഡോസോ എല്ലാം തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമായിട്ട് എന്തുകൊണ്ട് നീ കൊടുത്തു എന്നൊരു ചോദ്യം വരത്തില്ല. അതുകൊണ്ട് ഞാൻ പൊതുവെ അങ്ങനെ കൊടുക്കാറില്ല. അങ്ങനെ പിന്നെ നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ സിസ്റ്റത്തിൽ കൊടുത്ത മെഡിസിൻ എല്ലാം നമ്മൾ ടിക്ക് ചെയ്യണം. അതിനൊരു നമ്മൾ കറക്റ്റ് ടൈമിൽ കൊടുക്കേണ്ട മെഡിസിൻ എല്ലാം ചുമന്ന കളറിൽ ഒരു ഡോട്ടായിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഗ്രീൻ കളറിൽ ഡോട്ടായിട്ട് വരും, ടിക്കായിട്ട് വരും. അപ്പം നമ്മൾ കൊടുത്തു എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഊബർഗാബ അല്ലെങ്കിൽ ഹാൻഡ് ഓവറിൻ്റെ ലിസ്റ്റിൽ തന്നെ ബ്ലഡ് സുക്കർ എന്ന് എഴുതിയിട്ടുണ്ടാവും, BZ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം ബ്ലഡ് സുക്കർ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ എന്നാണ് അർത്ഥം. നമ്മൾ ഡയബറ്റിക് ആണ് പേഷ്യൻറ്റ്, നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അവർ അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ ഇൻസുലിൻ അല്ലെങ്കിൽ ടാബ്ലറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇൻസുലിൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് എന്തെങ്കിലുമൊക്കെ ഇൻസുലിൻ പോകുന്നുണ്ടാവും. അതിനിവിടെ ബ്ലഡ് സുക്കർ ടാഗസ് പ്രൊഫൈൽ എന്നാണ് പറയുന്നത്. അത് സിസ്റ്റത്തിൽ തന്നെ ഉണ്ട്, നമ്മളത് നോക്കണം. പേഷ്യൻ്റെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലെവൽ അനുസരിച്ച് ഇൻസുലിൻ എത്രയാണ് അവർ എന്താ പറയുന്നത് ഓർഡർ ചെയ്തേക്കുന്നത് നോക്കി ഇൻസുലിൻ പേഷ്യൻറ്റിന് കൊടുക്കണം. അതും എന്നിട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് സിസ്റ്റത്തിൽ ഇതെല്ലാം മാർക്ക് ചെയ്യണം. നമ്മൾ എത്ര ഇൻസുലിൻ കൊടുത്തു, എത്രയായിരുന്നു ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ പേഷ്യൻറ്റിന് കാത്തറ്റർ ഉണ്ടെങ്കിൽ യൂറിൻ കാത്തറ്റർ ഉണ്ടെങ്കിൽ അത് നമ്മൾ ലീറൻ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. MT ചെയ്ത് നമ്മളത് എത്ര ml ആണെന്നുള്ളത് മാർക്ക് ചെയ്യണം. പേഷ്യൻറ്റ് രാവിലെ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാർക്ക് ചെയ്യണം. ഇതെല്ലാം നമ്മൾ സിസ്റ്റത്തിൽ മാർക്ക് ചെയ്യണം. ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇപ്പോൾ പേഷ്യൻറ്റിന് ഇപ്പോൾ പെയിൻ ഉണ്ട്,
പറഞ്ഞു വരുമ്പോൾ കുറേ കാര്യങ്ങളായി പോകും കേട്ടോ, സോറി. അപ്പോൾ നിങ്ങൾ 2 വട്ടമായിട്ടൊക്കെ കണ്ടാൽ മതി. പേഷ്യൻ്റ് ഇപ്പോൾ പെയിൻ ഉണ്ടെന്ന് വെച്ചോ, പെയിൻ ഉണ്ട്. അപ്പോൾ പെയിനിന് മെഡിസിൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും പെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മെഡിസിൻ്റെ ഒരു ലിസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട് ഓരോ പേഷ്യൻറ്റിൻ്റെ. അതിനകത്ത് തന്നെ ബെറ്റർ മെഡിക്കാക്സിയോൺ എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് ഡോക്ടർ ഓർഡർ ചെയ്തേക്കുന്ന മെഡിസിൻസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുക, എന്തെങ്കിലും ഷ്മേർസ്മിറ്റൽ എന്നിവിടെ പറയും, എന്തെങ്കിലും പെയിൻ്റെ മെഡിസിൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമ്മളത് പേഷ്യൻറ്റിന് അത് കൊടുത്തിട്ട് നമ്മൾ അവിടെ തന്നെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. പേഷ്യൻറ്റിന് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ ഹാറ്റ് കോഫ് ഷ്മേർസൺ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ ഹാറ്റ് ബാക്ക് ഷ്മേർസൺ, എന്ത് ഷ്മേർസനാണ് പേഷ്യൻറ്റിനുള്ളതെന്ന് ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് നമ്മളത് ടിക്ക് ചെയ്യണം. അങ്ങനെ. അപ്പോൾ ഈവൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, തലകറക്കമുണ്ട്, ഛർദിലുണ്ട്, അല്ലെങ്കിൽ വയറുവേദനയുണ്ട്, എന്തെങ്കിലുമൊക്കെ വേദനയുണ്ട്, നമ്മൾ നോക്കുമ്പോൾ ബെറ്റർ മെഡിക്കാക്സിയോൺ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ തന്നെ ഓരോ ബറേഷ്യൻ്റെയും ഇന്ന് ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡോക്ടറിൻ്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ നമ്മൾ വിളിക്കണം. വിളിച്ചിട്ട് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പൊതുവെ വിളിച്ചിട്ട് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഗുട്ടൻ ടാഗ് ഇഷ് ബിൻ പ്രീതി ഫോൺ സേ ഐൻസ് ബേ ട്രൈ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ich brauche eine Hilfe hier in 300 4 പേഷ്യൻറ്റിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറയുക. സി ഹാറ്റ് സ്റ്റാർക്ക് കോഷ്മേർസൺ അല്ലെങ്കിൽ സ്റ്റാർക്ക് ബൗഷ്മേർസൺ അവർ ഹിയർ ബൈ ബെറ്റർ കൈന മെഡിക്കാക്സിയോൺ അൺഗെഓർഡിനറ്റ്. ഇതായിരിക്കും മിക്കവാറും ഞാൻ പറയാം കേട്ടോ, ഇതൊക്കെ കറക്റ്റാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകാറുണ്ട്. ഇവൻ ഞാൻ അങ്ങനെയാണ് പൊതുവെ വിളിച്ച് പറയാറ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ എന്നെക്കൊണ്ട് ഇവർ ഫോൺ ചെയ്യിപ്പിച്ച് ഞാൻ ഇങ്ങനെ കിലികിലാന്ന് നിന്ന് പറിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഇരുന്ന് ചിരിക്കും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യമൊക്കെ ഡോക്ടറിനെ വിളിച്ചിട്ട് പറയാനായിട്ട്. പക്ഷേ ഡോക്ടേഴ്സിന് അറിയാം ഞാൻ പുതിയതാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവർക്ക് അറിയാം. അപ്പം ഇങ്ങനെയാണ് ഞാൻ പറയാറ്. ഇത് ശരിയാണെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെയാണ് പറയാറ്. അത് പറയുന്നത് അവർക്ക് മനസ്സിലാകാറുണ്ട്. അവരപ്പം തന്നെ എന്നോട് പറയും ബെറ്റർ മെഡിക്കാക്സിയോൺ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്താ പറയുന്നത്, ഓക്കെ ഞാൻ എന്നാൽ ഇന്ന മെഡിസിൻ കൊടുക്ക്, ഞാൻ ഓർഡർ ചെയ്യാം എന്ന് പറയും. അപ്പം ഞാൻ പൊതുവേ ഒന്നിൽ അവരുടെ ഓറൽ അല്ലെങ്കിൽ മുണ്ടിലിഷ അൺഓർഡനും ആണെന്നുണ്ടെങ്കിൽ അവർ ബൈ മൗത്ത് പറയുന്നു മാത്രമേ ഉള്ളൂ. അവർ ഓർഡർ ചെയ്തിട്ടില്ലെങ്കിലും ഫെൽ ഓഫ് ഡോക്യുമെൻ്റ് ആക്സിയോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ നമ്മൾ എഴുതണം, അതായത് പേഷ്യൻ്റ് ഹാറ്റ് സ്റ്റാർക്ക് കോഫ്ഷ്മേർസൺ, നമ്മുടെ എന്താ എവിഡേ എന്ന് പറയും, അർസ്റ്റ് ഫോൺ ഡീൻസ് ഇൻഫോമിയർട്ട്, അതുപോലെ ബൈ മുണ്ട്ലിഷ അൺഓർഡനും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇബുപ്രോഫിൻ 400 mg ഗെഗീപൻ, ഇങ്ങനെ നമ്മൾ എഴുതി വെക്കണം അവിടെ, മനസ്സിലായോ? അങ്ങനെ. അപ്പോൾ അത് നമ്മൾ ഈവൻ ബൈ ബെഡർഫിൽ ഉണ്ടെങ്കിലും നമ്മളത് നോട്ട് ചെയ്യണം. പേഷ്യൻ്റ് ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടായാലും നോട്ട് ചെയ്യണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഡോക്ടറിനെ വിളിക്കേണ്ടി വരുന്നത് എൻ്റെ പേഷ്യൻ്റെല്ലാം മിക്കവാറും ബി പി കൂടുതലാണ്, ബി പിയുടെ മെഡിസിൻ ആയിരിക്കും. അപ്പോൾ ബി പിയുടെ മെഡിസിൻ ആണെങ്കിലും നമ്മളിപ്പോൾ പറയണം ബി പിയുടെ എന്തൊക്കെ മെഡിസിൻസ് പേഷ്യൻറ്റിന് ഓൾറെഡി റണ്ണിങ് ഉണ്ടെന്ന് ഡോക്ടർ നമ്മളോട് ചോദിക്കും. അപ്പോൾ റെമിപ്രിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് അമിലോഡിപ്പിൻ, ഏതൊക്കെ മെഡിസിനാണ് റണ്ണിങ് ഉള്ളത്, ബൈ ബെറ്റർ ബി പി മെഡിക്കാക്സിയോൺ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ നമ്മളോട് ചോദിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഉത്തരം പറയണം. അത് കഴിഞ്ഞിട്ട് അവർ അത് കൊടുത്തിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി വേറെ ഓർഡർ ചെയ്യും. അങ്ങനെ അപ്പോൾ ഈ സംഭവം എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊബർ കാബ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ അടുത്ത ഷിഫ്റ്റിന് കൊടുക്കുമ്പോൾ നമ്മളിത് പറയണം, എൻ്റെ പേഷ്യൻറ്റിന് ആദ്യത്തെ റൗണ്ട്സിൽ ഇത്രയായിരുന്നു ബി പി, കൂടുതലുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവർക്ക് ഇന്ന പെയിൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഹാൻഡ് ഓവർ ഞാനത് ഡോക്ടറിനെ ഇൻഫോം ചെയ്ത് ഞാൻ ഇന്ന മെഡിസിൻ കൊടുത്തു എന്ന് നമ്മൾ അടുത്ത ഷിഫ്റ്റുകാരോട് അത് ഇൻഫോം ചെയ്യണം. മനസ്സിലായോ? നമ്മൾ ഈ ഫെൽ ഓഫ് ഡോക്യുമെൻ്റ് ആക്സിയോൺ എഴുതുന്നുണ്ടെങ്കിലും നമ്മളത് ഇൻഫോം ചെയ്യണം. എനിക്ക് തന്നെ തൊണ്ടവേദന എടുക്കുന്നു പറഞ്ഞു. ഓക്കെ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു റൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുന്നത് ഒരു 7 മണിക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ തീരുമെന്ന് തോന്നുന്നു ഫസ്റ്റ് റൗണ്ട്സ്. എല്ലാ പേഷ്യൻ്റെ അടുക്ക് നമ്മൾ ഇതുപോലെ ചെല്ലണം. അപ്പോൾ അവരോട് നമ്മൾ സംസാരിച്ച് അവരെ വിഷ് ചെയ്ത് നമ്മൾ കയറുന്നതേ നമ്മളിങ്ങനെ നോക്ക് ചെയ്ത് അകത്ത് കയറണം. എന്നിട്ട് നമ്മൾ അവരെ വിഷ് ചെയ്യണം, ഗുട്ടൻ ടാഗ് അല്ലെങ്കിൽ ഗുട്ടൻ ആബൻഡ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷ് ചെയ്യണം അവരെ. അപ്പോൾ വിഷ് ചെയ്തതിന് ശേഷം നമുക്ക് അവരോട് ചോദിക്കാം വി ഗെറ്റ്സ് ഈനൻ, നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവരെ വിഷൊക്കെ ചെയ്ത് നമ്മൾ വളരെ പ്ലസൻ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഞാൻ പിന്നെ എപ്പോഴും ചിരിച്ചോണ്ടായിരിക്കും ചെയ്യുന്നത്, എൻ്റെ മോന്തൊക്കെ എപ്പോഴും ചിരി ഉണ്ടാവും. ഓക്കെ. അങ്ങനെ അപ്പോൾ അത് അവർക്കൊരു നല്ലൊരു ഫീലല്ലേ, നമ്മളൊന്ന് ചിരിച്ച്, അവർക്ക് പെയിനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിയൊക്കെ കിടക്കുന്നവരല്ലേ, നമ്മളൊന്ന് ചിരിച്ച് വളരെ പ്ലസൻ്റ് ആയിട്ട് ചെല്ലുമ്പോൾ അവർക്കൊരു സന്തോഷം. അങ്ങനെ പിന്നെന്താ പറയുന്നത്, അപ്പോൾ അങ്ങനെ ആദ്യത്തെ റൗണ്ട്സ് കഴിഞ്ഞു. അതിനുശേഷം ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ ഈ ഫ്ലീഗ എടുത്ത ആൾക്കാരുണ്ടല്ലോ, ഈ ഫ്ലീഗ റെസ്പോൺസിബിലിറ്റി എടുത്തവരുടെ ഡ്യൂട്ടിയാണ് രാവിലത്തെ വാഷിങ്ങും ദൂഷനും എല്ലാം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവരും ആ എക്സാമിനേറ്റും അവരുടെ കൂടെയുള്ള ഔസിൽഫയും കൂടെ കൂടി, ഔസിൽഫ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് അല്ലെ FSJ ആൾക്കാരും കൂടെ കൂടി ഈ വാഷിൻ്റെ ദൂഷനും എല്ലാം ചെയ്ത് തീർക്കും. അത് കഴിഞ്ഞിട്ട് അവർ നേരെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും
ഫുഡിൻ്റെ വാഗൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഔട്ട്സ്റ്റൈലും ചെയ്യണം. നമ്മൾ ഫുഡ് എടുത്ത് ഓരോ പേഷ്യൻ്റെ ആ ഫുഡിൻ്റെ വാഗിൻ്റെ അകത്ത് തന്നെ ഒരു സ്ലിപ്പ് ഉണ്ടാവും ഓരോ ഫുഡിൻ്റെ കൂടെ. അപ്പോൾ അത് ഓരോ പേഷ്യൻറ്റിനും നമ്മൾ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. നമ്മൾ കൂടെ അവരെ പോയി ഹെൽപ്പ് ചെയ്യും നമ്മുടെ റൗണ്ട്സും കാര്യങ്ങളും കഴിഞ്ഞെങ്കിൽ. അപ്പോൾ അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഫുഡെല്ലാം തിരിച്ചെടുക്കുക എന്നുള്ള പരിപാടിയാണ് അടുത്തത്. ഫുഡ് കഴിച്ചവർക്ക്, കഴിക്കാത്തവർക്ക്, തന്നെ കഴിക്കാൻ പറ്റാത്തവർക്ക് നമ്മളും കൂടെ പോയിട്ട് വേണം ഹെൽപ്പ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇവരോട് പറയണം, ഈ ഹൗസ് ഹെൽപ്പിൽ നിൽക്കുന്ന സ്റ്റുഡൻസിനോടല്ല അവരോട് പറയണം, എൻ്റെ പേഷ്യൻ്റ് ഇന്ന ആൾക്കാർക്ക് അൺറേഷൻ ചെയ്യാനുണ്ട്, അതായത് അവർക്ക് സെൽഫായിട്ട് കഴിക്കാൻ പറ്റില്ല, നിങ്ങൾ അവർക്ക് ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ മെഡിസിൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ അവർ ചെന്ന് നമ്മുടെ ഇതിൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പോയി അതൊക്കെ ചെയ്യണം. അങ്ങനെ അപ്പോൾ അത് ഫുഡ് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മിക്കവാറും തന്നെ ബ്രേക്ക് ആയിരിക്കും. അരമണിക്കൂർ നമുക്ക് ബ്രേക്ക് ഉണ്ട്. അത് രാവിലെ ആയാലും ഈവനിങ് ആയാലും നൈറ്റ് ആയാലും നമുക്ക് അരമണിക്കൂർ ഫുഡ് കഴിക്കാൻ ബ്രേക്ക് ഉണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് അവിടെ ബ്രെഡും കാര്യങ്ങളും വാർഡിലൊക്കെ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കഴിക്കാം, വേണമെങ്കിൽ കൊണ്ടുവന്ന് കഴിക്കാം, അങ്ങനെ, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ പോയി വാങ്ങിച്ച് കഴിക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ അപ്പോഴേക്കും ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരും. അപ്പോൾ ഡോക്ടറിൻ്റെ റൗണ്ട്സിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ പോകാം. വേണമെങ്കിലെന്നല്ല, പോകണമെന്നാണ്, പക്ഷേ എപ്പോഴും ഒന്നും പറ്റാറില്ല, തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ റൗണ്ട്സിന് വരും, ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരും. ഫിസിയോതെറാപ്പോയിറ്റ് എന്ന് പറയും ഇവിടെ, ഫിസിയോതെറാപ്പിസ്റ്റ് ഈ പേഷ്യൻറ്റിനെ മൊബിലൈസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ അവർ അവരുടേതായ പണികളൊക്കെ ചെയ്യും. പേഷ്യൻറ്റ് മിക്കപ്പോഴും പുറത്തായിരിക്കും. അവരിങ്ങനെ നടത്തിക്കലും പരിപാടി എക്സസൈസും കാര്യങ്ങളും. അതിനിടയ്ക്ക് സൂം എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ എഴുതിയിട്ടുണ്ടാവും. അവരെല്ലാം ഓരോരുത്തർ ഇൻവെസ്റ്റിഗേഷന് പോകും. അങ്ങനെ പിന്നെ ഒരു ബഹളിയാണ് പിന്നെ രാവിലെ. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സിന് വരുമ്പോൾ ഡോക്ടേഴ്സ് പൊതുവേ വന്ന് നമ്മളോട് ചോദിക്കും, ആരാണ് ഈ പരീക്ഷ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ എന്നോട് വന്ന് ചോദിക്കും, പ്രീതി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാനായിട്ട്. അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തല്ലോ. അപ്പോൾ എനിക്ക് പറയാം, ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് പറയാം, ഇന്ന പേഷ്യൻ്റ് ഇന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, ഡോക്ടറോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം ഡോക്ടറിൻ്റെ റൗണ്ട്സിന് പോകും. ഡോക്ടറിൻ്റെ റൗണ്ട്സ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പുതിയ മെഡിസിൻ്റെ ഓർഡർ വരുന്നത്. അതായത് പഴയ കുറച്ച് മെഡിസിൻസൊക്കെ അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും, പുതിയ മെഡിസിൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബറൈഷിലെ പേര് നോക്കി നമ്മൾ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം. രണ്ട് സൈഡിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. പൊതുവെ അങ്ങനെ പറ്റാറില്ല. നമ്മുടെ ബറൈഷിൽ നമ്മൾ അപ്പം പ്രിപ്പയർ ചെയ്ത് വെക്കും. കാരണം ഇന്ന് കൊടുക്കേണ്ടതായിരിക്കും അത്. അപ്പോൾ നമ്മുടെ സമയത്ത് കൊടുക്കേണ്ടതാണെങ്കിൽ നമ്മളത് കൊടുക്കണം. അതല്ല വൈകിട്ടത്തേക്കാണെങ്കിൽ നമ്മളത് റെഡിയാക്കി അവിടെ വെക്കണം, പേരുമൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി അവിടെ വെക്കണം. ഇതിനോടിടയ്ക്ക് എന്താ പറയുന്നത്, പല പേഷ്യൻസും ഡിസ്ചാർജ് ആയി പോകുമ്പോൾ നമ്മൾ അവരുടെ പെട്ടിയും സാധനങ്ങളും എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ ഒന്നും അവരിവിടെ മിസ്സായി പോകരുത്. അറിയാമല്ലോ, കൂടുതലും പ്രായമായ ആൾക്കാരൊക്കെയാണ്, ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ. അങ്ങനെ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കണം. അവരെ പോകാൻ റെഡിയാക്കി വെക്കണം. അങ്ങനെ റെഡിയാക്കി വെച്ച് കഴിയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ആൾക്കാർ വന്നവരെ കൊണ്ടുപോകുള്ളൂ. അത് നമ്മൾ നോക്കി ചെയ്യണം. പിന്നെ പുതിയ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അവരുടെ വൈറ്റൽസ് ഇതുപോലെ എടുക്കുക. അവർക്കപ്പോൾ ഡോക്ടർ നോക്കിയതിന് ശേഷം പുതിയ മെഡിസിൻസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾ അത് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഈ പേഷ്യൻറ്റിനെ കുറിച്ച് നമ്മൾ ഹാൻഡ് ഓവർ കിട്ടുന്ന സമയത്തൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ഈ പേഷ്യൻ്റ് ഏത് വാർഡിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ താഴെ നോട്ട് ഓഫ് നാമി എന്ന് പറയും, എമർജൻസി വാർഡിൽ നിന്നാണോ വന്നത്, അല്ലെങ്കിൽ സ്ട്രോക്കിൽ നിന്നാണോ വന്നത്, ഏത് യൂണിറ്റിൽ നിന്നാണ് വന്നത്, പേഷ്യൻ്റെ പേരെന്താണ്, പേഷ്യൻറ്റിന് ഇപ്പോൾ ക്യാത്തറ്റർ ഉണ്ടെങ്കിൽ അത് വീഗോ എന്ന് പറയും ഇവിടെ നമ്മുടെ ഒപ്റ്റിവയ്ക്ക് വീഗോ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ. പേഷ്യൻ്റ് എന്തെങ്കിലും ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ, പേഷ്യൻ്റ് തന്നെ നടക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ അത് പറയുക. റോൾ സ്റ്റൂൾ വെച്ചിട്ടാണ് പോകുന്നത്, മൊബിലൈസ് ചെയ്യുന്നെങ്കിൽ അത് പറയുക. അല്ലെങ്കിൽ സെൽഫ് സ്റ്റാൻഡിഷ് എന്ന് പറയും, തന്നെ എല്ലാം ചെയ്യുന്ന ആളാണെങ്കിൽ അത് പറയുക. പേഷ്യൻ്റ് എന്തെങ്കിലും ഉണ്ടർസൂം ഇൻവെസ്റ്റിഗേഷനോ കാര്യങ്ങളോ ഇന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയുക. പേഷ്യൻ്റെ പ്രസൻറ്റ് കംപ്ലയിൻറ്റ് എന്താണ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതെല്ലാം നമ്മൾ ഊബർ ക്യാബിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് അടുത്ത ആളോട് നമ്മൾ ഇതെല്ലാം പറയേണ്ടി വരും. ഇന്ന പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു നല്ലൊരു തിരക്കായിരിക്കും. പിന്നെ ഒരു എന്താ പറയുന്നത് 11:30 ആകുമ്പോൾ നമ്മൾ വീണ്ടും ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യും. 3 നേരമായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. അപ്പോൾ 11:30 കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 12 മണിയാകുമ്പോൾ വീണ്ടും ഫുഡ് കൊടുക്കും. ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കൽ, ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യൽ. നമ്മളപ്പോൾ രണ്ടാമത് ഒരു റൗണ്ട്സും കൂടെ നടത്തും, ഫൈനൽ റൗണ്ട്സ് നമ്മുടെ മോർണിംഗ് ഡ്യൂട്ടിയിൽ. ഒരു ഷിഫ്റ്റിൽ നമ്മൾ 2 റൗണ്ട്സ് നടത്താറുണ്ട് അങ്ങനെ. അപ്പോൾ ഈ റൗണ്ട്സ് നടത്തുന്ന സമയത്ത് ഇതിനോടിടയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ BP കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ ചെയ്യണം കേട്ടോ. അവർക്ക് മെഡിസിൻ കൊടുക്കണം, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. ലാസ്റ്റ് റൗണ്ട്സിൽ ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. കാരണം അടുത്ത ഊബർ ക്യാബിൽ നമുക്കത് പറയണം, ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ അവർക്ക് BP കുറവായിരുന്നു, അല്ലെങ്കിൽ ഇത്ര ആയിരുന്നു, ഇന്ന മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പറയണം. അപ്പോൾ അങ്ങനെ ഫൈനലി ഒരു റൗണ്ട്സ് ഫുഡ് കൊടുക്കലും, മറ്റു ആൾക്കാർ ഫുഡ് കൊടുക്കലും ഫുഡ് എടുക്കലും പരിപാടിയൊക്കെ ചെയ്യും. അവരെ നമ്മളും കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ റൗണ്ട്സ് നമ്മൾ ചെയ്യണം. ഇതിനോടിടയ്ക്ക് ക്യാത്തറ്ററൊക്കെ, യൂറിൻ ക്യാത്തറ്റർ ഇടാനായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ക്യാത്തറ്ററൊക്കെ ഇടണം. അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ മാഗൻസ് ഉണ്ടെന്ന് പറയും, നമ്മുടെ നേസോഗ്യാസ്ട്രിക് ട്യൂബ്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് ആയിരുന്നത്, പക്ഷേ ഇവിടെ നഴ്സുമാരാണ് ഇടുന്നത്. അപ്പോൾ മിക്കവരും ഇത് വലിച്ച് ദൂരെ കളയും. ഡിമെൻസ് ഡെലിവറിയൊക്കെ ഉള്ള പേഷ്യൻസ് ആണ്.
അതിങ്ങനെ സുഖമല്ലേ, അവർ തുമ്പിക്കൈ പോലെ കിടക്കും, അത് അവർ പറിച്ച് ദൂരെ കളയും, അത് വീണ്ടും ഇടണം. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ ഒന്നും കൂടെ ലാസ്റ്റ് റൗണ്ട്സിൽ നമ്മുടെ പേഷ്യൻസ് എല്ലാം വൃത്തിയായിട്ട് നീറ്റായിട്ടാണോ കിടക്കണേ, എല്ലാവർക്കും വെള്ളവും കാര്യങ്ങളൊക്കെ അടുത്തുണ്ടോ എല്ലാം ഒന്ന് നമ്മൾ നോക്കി നമ്മുടെ റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഹാൻഡ് ഓവർ കൊടുക്കണം. അങ്ങനെ. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു മോർണിംഗ് ഡ്യൂട്ടിയിലുള്ളത്. എനിക്കൊന്ന് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. കുറേ ഞാൻ വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എനിക്ക് വലിയ ബർഡനായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇതിനിടയ്ക്ക് എനിക്ക് ടെൻഷൻ വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് ടെൻഷൻ വരുന്നത് പേഷ്യൻ്റ് മറിഞ്ഞ് വീഴുമ്പോഴാട്ടോ. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് ഇപ്പോൾ ഇച്ചിരി ഇറിറ്റബിൾ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ നമ്മളൊന്നും അവരെ എന്താ പറയുന്നത്, നമ്മൾ അങ്ങനെ കെട്ടിവെക്കുക അല്ല അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ എന്തായാലും എണ്ണീക്കും. നമ്മൾ അറ്റ്ലീസ്റ്റ് ബെഡ് കിറ്റാന്ന് പറയും, ബെഡിൻ്റെ ക്രെഡിലുണ്ടല്ലോ സൈഡിലത്തെ, അതുപോലും പൊക്കിയിടാനായിട്ട് സമ്മതിക്കാറില്ല ചില സമയത്ത്. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ചാടി എണ്ണിക്കും. ബെഡ് ക്രെഡിൽ ഇട്ട് അതിൻ്റെ മണ്ടക്കൂടെ ചാടുന്നവരുണ്ട്. മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൂം അടച്ചടച്ചിട്ടേക്കുവാണ്. നമുക്കൊരു സൈഡ് ഫുള്ള് പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യണം. നമ്മൾ ഒരിക്കലും ഒരു സൈഡിൽ ഒരു പേഷ്യൻ്റ് എടുക്കലായിരിക്കില്ല. അപ്പോൾ പേഷ്യൻ്റ് മറിഞ്ഞ് വീഴുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം. മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ മറിഞ്ഞ് വീണ് തല പൊട്ടി, അല്ലെങ്കിൽ അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് അപ്പം തന്നെ ഡോക്ടറിനെ വിളിക്കണം. പിന്നെ സ്റ്റുസ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവം, അത് മൊത്തം എഴുതണം. പേഷ്യൻ്റ് ചെന്നപ്പോൾ എങ്ങനെ കിടക്കുമായിരുന്നു, എവിടെ ഇടിച്ചു, പേഷ്യൻറ്റിനോട് വേദന ഉണ്ടോ എന്ന് ചോദിച്ചോ, അല്ലെങ്കിൽ നീരുണ്ടോ, ചുമന്നിട്ടുണ്ടോ, പിന്നെ അവരെ CT സ്കാനോ അല്ലെങ്കിൽ സ്കാനിങ്ങിനൊക്കെ വിടണം, ഡോക്ടറിനെ വിളിച്ച് വരുത്തണം. അങ്ങനെ ആകെ ജഗ പുകയായിരിക്കും. പിന്നെ എനിക്ക് അതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്ത. അതുകൊണ്ട് ഞാൻ എൻ്റെ ഷിഫ്റ്റിൽ എനിക്കൊന്ന് ഒരു വട്ടേ സംഭവിച്ചിട്ടുള്ളൂ ഇപ്പോൾ പ്രസൻ്റ്ലി. ഞാൻ എപ്പോഴും അലേർട്ടായിട്ടിരിക്കും. ഇച്ചിരി ഇറിറ്റബിൾ ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ അടുക്കെ ഞാൻ എപ്പോഴും അലേർട്ടായിരിക്കും. ഞാൻ എപ്പോഴും ആ ഒരു റൂമിലേക്ക് എൻ്റെ ഒരു കണ്ണുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ മനുഷ്യനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ തെറ്റല്ല, അവരുടെ മിസ്റ്റേക്കും അല്ല. അങ്ങനെ. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ അല്ലെങ്കിൽ ഹൗസ് ഹെൽപ്പ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ബിസി ആണെങ്കിൽ ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് എപ്പോഴും ഒരു കണ്ണ് അങ്ങോട്ട് വേണം, ഒന്ന് ശ്രദ്ധിക്കണേ, അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണേ എന്നൊക്കെ പറയും. മാക്സിമം വീഴാതിരിക്കാൻ ശ്രമിക്കും ഞാൻ. വീഴാതെ വെച്ച് കഴിഞ്ഞാൽ ടെൻഷനായിരിക്കും. വീണ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പണിയാവും. പിന്നെ നമ്മുടെ ആ ഒരു റൂമിൽ നമ്മുടെ സമയം മൊത്തം പോകുമ്പോൾ വഴക്കും മൊത്തം പെൻഡിങ് ആകും, ആകെ ടെൻഷനാവും. സോ അതിൽ നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കുക. അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ വർക്കിനെ മാത്രം ഉദ്ദേശിച്ചല്ല, പ്രായമായ ആൾക്കാരാണ്, വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കിടന്നു പോയെന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കണം. അങ്ങനെ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. എത്ര മണിക്കൂറായെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളെന്തായാലും 2-3 വട്ടമായിട്ടൊക്കെ ഇത് കേട്ടാൽ മതി. പിന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.